വിശദമായി നോക്കാം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ സീനിയർ പൈലറ്റിനെ സംശയ നിഴലിലാക്കി വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട്. ഇന്ധന സ്വിച്ച് സംവിധാനം ഓഫ് ചെയ്തത് പൈലറ്റ് എന്നാണ് സംശയം. വിവരങ്ങളുമായി ധന സുമോദാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. സുമോദ, ഈ കോക്പിറ്റിൽ വെച്ചുള്ള 2 പൈലറ്റുമാരുടെയും സംഭാഷണത്തിൽ നിന്നാണോ ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് വാൾ സ്ട്രീറ്റ് ജേർണൽ എത്തിയിട്ടുണ്ടാവുക? വാൾ സ്ട്രീറ്റ് ജേണൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിഗമനം കേവലം ഈ തരത്തിലുള്ള ഒരു സംഭാഷണം മാത്രമല്ല, അമേരിക്കയിൽ സമാന്തരമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ സോഴ്സുകളായി ഉദ്ധരിച്ചുകൂടിക്കൊണ്ടാണ് ഇവർ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഇത് ആദ്യത്തെ റിപ്പോർട്ടല്ല. ഇതിനു മുമ്പ് 2 റിപ്പോർട്ടുകളും ഈ പൈലറ്റിനെ തന്നെ സംശയ നിഴലിലാക്കിക്കൊണ്ട് തന്നെ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടിരുന്നു. ഇതിൽ ക്ലൈവ് എന്ന് പറയുന്ന പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. ആ സമയത്ത് സുമിത് സബർവാൾ എന്ന സീനിയർ പൈലറ്റ് അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതെന്ന്. അപ്പോൾ അദ്ദേഹം ഓഫ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകം തന്നെ ഒരു ഓഫ് ചെയ്യാനുള്ളൊരു സാഹചര്യം ക്ലൈവിനുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് സുമിത് സബർവാൾ തന്നെയായിരിക്കും ഓഫ് ചെയ്തത് എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക്, എന്നൊരു നിഗമനത്തിലേക്കാണ് വാൾ സ്ട്രീറ്റ് ജേണൽ എത്തിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം വിമാന പൈലറ്റുമാരുടെ അസോസിയേഷൻ തന്നെ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. കാര്യം പലതരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്തിമമായ ഒരു അന്വേഷണം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഒരു പൈലറ്റിനെ സംശയത്തിലാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് ഈ പൈലറ്റിൻ്റെ സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന തുടർ റിപ്പോർട്ടുകളിലും ഈ സുമിത് സബർവാളിനെ തന്നെയാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പിഴയാണോ ഇത്തരത്തിലുള്ള ഒരു വിമാന ദുരന്തം ഉണ്ടാക്കിയത് എന്നുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല, അമേരിക്കയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചെങ്കിൽ കൃത്യമായി ക്രിമിനൽ നടപടി അടക്കമുള്ള അന്വേഷണത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള ഒരു നടപടികൾ ഇന്ത്യയിൽ എടുക്കുന്നുണ്ടോ എന്നുള്ള വിവരം പോലും തങ്ങൾക്ക് ലഭ്യമായില്ല എന്നുള്ളൊരു കാര്യം കൂടി വാൾ സ്ട്രീറ്റ് ജേണൽ വ്യക്തമാക്കുന്നുണ്ട്.